ശമ്പളം ആണെങ്കിൽ നമ്മളെ പുതിയ കാറ് വേഗം പറയട്ടെ, അത് നമ്മൾ കാണിച്ചു തരാം. അത് നമ്മളെ ഷെഡിൽ കിടക്കുന്നുണ്ട്. അത് ഏതാണെന്ന് കാണിച്ചു തരത്തില്ല. ഒരു BMW കാറായി, BMW കാറായി നിങ്ങൾ കൊണ്ടാൻ പറ്റിക്കുന്നത് ഇതിന്റെ ആയിരിക്കും. എത്തിപ്പോട്ടൊന്നുമില്ല, ഇതുപോലെ ഒരു BMW കാറായിരിക്കും. അത് എനിക്ക് മാത്രമേ ഇവിടെ ഈ ലോകത്ത് ആർക്കും ഇല്ല. നമ്മളാണെങ്കിൽ ബുഗാട്ടി വെച്ചു, എന്നിട്ട് നോക്കി കണ്ട നമ്മളൊരു M4 എടുത്തവിടെ, വളരെ M4 എടുത്തു. നമ്മുടെ ബെൻസോടെ ഉണ്ട്. ആ കാറ് വിറ്റിട്ട് നമ്മള് M4 എടുത്തതാണ്. അതിന് എന്താന്ന് പറയട്ടെ, അത് കുറെ നാള് അതില്ലേ ഇങ്ങനെ ഉപയോഗിക്കാൻ കാണെങ്കിൽ എന്തോ പോലും M4 എടുക്കണമെന്നൊരു ആഗ്രഹം, അതങ്ങോട്ട് വിറ്റു. പിന്നെ കാണുന്നില്ല, മൊത്തം നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്. നമ്മളാണെങ്കിൽ മൊത്തം ഒരു കാര്യം എന്താണ് ഇവിടെ ലുക്ക് കൂടുക. നമ്മളാണെങ്കിൽ ഒരു കാര്യമൊക്കെ ചെയ്യും. നമ്മളില്ലേ എക്സോസ്റ്റ് എല്ലാം ഇതേപോലത്തെ പുതിയ സാധനങ്ങൾ വെക്കും. നമ്മൾ കണ്ടറിയാം, അതെന്റെ അടിയനാണ്. അവൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിരിക്കും. അവൻ എന്റെ പോലെ തന്നെ എന്റെ ഡ്രസ്സ് അതേ ഡ്രസ്സ് തന്നെ കിട്ടും. എന്റെ അതേ ഡ്രസ്സ് തന്നെയാണ് അവന്. മൊഹോക്ക് എന്റെ കറക്റ്റ് അത് അങ്ങനെയല്ല. നേരെ പോയിട്ടുണ്ട്. ആ കാണുന്ന ഒരു പിങ്ക് ഒരു ഇതാണോ കട, അവിടെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്ന കട. അവിടെ തന്നെ നമ്മൾ മൊത്തം വണ്ടി മൊത്തം നോക്കാം. ഇതാണ് കട. ഇത് നമ്മുടെ അരിയ മാത്രമാണെങ്കില് മൊത്തം സ്റ്റോക്ക് അല്ല പുതിയ അലോബിയൊക്കെ അല്ലേ, അലോബി മാറ്റും. അനിയൻ ഓക്കെ, എടാ അനിയ, എടാ ഇറങ്ങിയ ഒരാള് ഉണ്ട്. അവനെ എടാ നിന്റെ അനിയനില്ല, നീ തന്നെ പണി ചെയ്തു. ഓക്കെ ഞാൻ മൊത്തം പണി ചെയ്യാൻ. ഏത് കളർ കൊടുക്കും? നമുക്ക് ഇത് കൊടുക്കാം. കൊള്ളാം, പച്ച കൊടുക്കണം. വേണ്ട, നമുക്ക് സിൽവർ. നിനക്ക് ഇത് അന്നേ വേണ്ട, സിൽവർ മതി. അതിനെക്കാട്ടി നല്ല സിൽവർ അല്ല, സിൽവർ ആണ് ശരിക്കും. ഇവിടെ സിൽവർ അടിക്കാൻ പോവാം. എനിക്കുണ്ട് ഗ്ലോസി വേഗം പോലെ സെറ്റ് ചെയ്യും. ഇവിടെ പ്ലെയിൻ ഇവിടെ ഗ്ലോസി ചെയ്ത് വരും. നമ്മുടെ കണ്ടിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് ഗ്ലോസി പോലെ ലൈറ്റ്, അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് മേലേക്കുണ്ടായത്. ഇവിടെ ഗ്ലോസ്, ഇവിടെ മറ്റേ ഫുള്ളും മതി. ഇവിടെ മൊത്തം ഗ്ലോസി ലൈറ്റ് അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇത് ഇങ്ങനത്തെ ലൈറ്റാണെന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ആക്കും. അലോബി നമ്മൾ സെറ്റ് ആക്കും. അലോബിയുടെ കളർ നമ്മൾ ഏതാണെന്ന് വെച്ച പച്ച. അതിന് മൊത്തം പണി ചെയ്യാം. കണ്ട ഗൈസ്, നമ്മളെല്ലാ സാധനവും മാറ്റി ഗൈസ്. നമ്മൾ കണ്ട വണ്ടി ഗ്രില്ല് മാറ്റി, ഈ ലൈറ്റും ഇതിന്റെ ഉള്ളിലെ ലൈറ്റും ഈ ലൈറ്റും ഇതൊക്കെ പുതിയ സാധനങ്ങൾ വെക്കുമെന്ന് പറഞ്ഞു. ഇതേപോലത്തെ പിന്നെ മിററും പുതിയത്. നേരത്തെ കണ്ടേക്കിടന്ന് ഇങ്ങനെ നീങ്ങിക്കുന്ന സാധനമില്ല, അത് പുതിയത്. അത് നമ്മളെ ഇമ്പോർട്ടിപ്പിച്ച ഇവരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വണ്ടി ഒരു കാർ എടുത്തിട്ടില്ലേ പണിയാൻ വരുമെന്ന് പറഞ്ഞു.
ഇന്നാണെങ്കിൽ ഗൈസ് എന്റെ മുമ്പിലെ കൂട്ടുകാരൻ അവൻ എന്റെ ഇന്നലെ അവനാണെങ്കിൽ എന്റെ ഷോയാ. എടാ എനിക്ക് പൈസ ഇല്ലല്ലോ, എനിക്കൊരു ഐഫോൺ അടിക്കാൻ പറ്റില്ലല്ലോ. ബുഗാട്ടി വെച്ചോണ്ട് വന്നു. ആ ബുഗാട്ടി കൊടുത്തൊരു ഐഫോൺ എടുക്കടാ. അവന്റെ ഒരു ഐഫോൺ അടിക്കാൻ പോയി. ഐഫോൺ എടുക്കാനേ പറ്റൂല. കണ്ട എനിക്ക് മനസ്സിലായി, എനിക്കൊരു ഐഫോൺ എടുത്താ പോലെ പറഞ്ഞേടാ. നിന്റെ ഞാൻ വന്നടാ. ആരടാ നീ? എന്റെ ഫ്രണ്ട് ആയിരിക്കാം. ആടാ ഞാൻ തന്നെ. നീ പുതിയ കാറൊക്കെ എടുത്തോ? ആ എടുത്ത്. എന്തായാലും ഭക്ഷണം വല്ലതും ഉണ്ടോ? എന്നിട്ട് ഇത് ഏതുകൊണ്ട് M4 അന്നെന്റെ കൂടെ എടുത്തോ? ഇല്ല, അന്ന് ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിക്കടാ, നമുക്ക് ചായ കുടിച്ചിട്ടുണ്ട്. ടൈം എന്താ പോട്ടെ, വേറെ പരിപാടി. എന്റെ മറ്റേല വലിയ വീട് വരും. അപ്പൊ വിക്കടാ, ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട ഇവിടെ വേണ്ടേ പറഞ്ഞ പോടാ. ചായ കുടിച്ചോ? എന്താ കളർ ഗ്ലോസ് പോലെ ലെറ്റിംഗ് പോലെ ടച്ചിങ് ലൈറ്റ് പോലെ നമ്മുടെ ഫ്രണ്ടിൽ മൊത്തം മഞ്ഞ, അപ്പത്തെ സൈഡ് മൊത്തം ഡിസൈൻ ആയിട്ട് തോന്നുന്നു. ഇവിടെ നിന്റെ കളർ മൂന്ന് രക്ഷയില്ല. വേറൊരു പാറടിച്ച കൊണ്ടുപോയി. നമ്മൾ പറഞ്ഞില്ലേ ഗൈസ്, നമ്മള് ക്ലച്ചിങ് ആയിട്ടാ ചെയ്യത്തുള്ളത്. ഞാൻ തന്നെ മൊത്തം ക്ലച്ചിങ് ആയിട്ട് ചെയ്തു. നിങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ പിന്നെ വണ്ടി കണ്ട ഗൈസ്. ഇവിടെ കുറെ എത്ര നാളെ ഇവിടെ വന്നിട്ട്. നമ്മള് ടയർ മാറ്റി കേട്ടാ. നമ്മള് ഫോൾഡബിൾ ടയർ ഇട്ട്, നല്ല ടയറാ, നല്ല പുതിയ ടയറും മേടിച്ചിട്ട്. ഈ ഒരു രസമില്ല പറയാൻ. ടയറിനൊക്കെ റിവേഴ്സ് നോക്കിട്ട് വണ്ടി എവിടെ മാറ്റി. നമുക്ക് നേരെ വണ്ടി നേരെ പോവായി. നമ്മുടെ M4 സ്പീഡ് ബ്രേക്കൊക്കെ പക്കാ ബ്രേക്കാ. നല്ല ബ്രേക്കും എടുത്തിട്ടു ചേർന്നുണ്ട്. ഇത് പുതിയ ഇതേപോലെ ചേർന്നാണ്. ഈ സാധനം മൊത്തം മട്ടി. ഇതും പുതിയതാ, ഇതും പുതിയതാ. എല്ലാ സാധനവും മട്ടിയിട്ടുണ്ട്. എല്ലാ സാധനം പുതിയതാണ്. സ്പീഡ് കളിച്ചാൽ ഫുൾ ആക്സിഡന്റ് ആണ്. ഇപ്പൊ ബൈക്ക് കണ്ടിടിക്കുന്നു. ഫുൾ ആക്സിഡന്റ് കണ്ടാ നിങ്ങൾ വണ്ടി വളച്ചു പരിപാടിയാണ്. നിങ്ങളല്ലേ എയർപോർട്ടിൽ പോയിട്ടില്ലേ ഒരാളെ പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് ഇതേ വരുന്നു. നമ്മൾ ആരും അല്ല, ഫ്രണ്ടാവും. ഗൾഫിൽ നിന്ന് വന്ന് ഓരോ വിളിക്കുന്ന എടാ ഞാൻ ഫ്രണ്ട് ഏട്ടാ മറ്റോടെ നാളായിട്ട്. പിന്നെ നിന്റെയും കണ്ടിട്ട് എത്ര നാളെ ഇവിടെ വണ്ടി കയറി വിട്ടോ. എടാ പുതിയ M4 എടുത്തോളാം നീ. അല്ല അളിയ, നമ്മള് കൊറേ ഓടിപ്പിച്ചാലോ അളിയാ. നാളെ നിന്റെ ഒളിക്കോ ഏതുകൊണ്ട് ഐഫോണാ? ഐഫോൺ കാട്ടി. അവനൊരു കാര്യം നീ
ഞാൻ പിന്നെ ഒരു ബുഗാട്ടി എടുത്തു. കുറെ നാളെ ഉള്ള വണ്ടിയാണ്. പിന്നെ വണ്ടി ഇന്നലെ കൊടുത്തു. പിന്നെ ഈ കാർ മേടിച്ചത്. നമുക്കൊന്ന് പോയാലോ? നീ ഇന്ന് നമ്മളെങ്ങനെ വണ്ടി വാക്കി എവിടെ പേൻസ് നമ്മളെങ്ങനെ നമ്മളെ കാണുന്ന അതെന്റെ സോമന്റെ ബൈക്ക. സോമന്റെ നിന്റെ ഇല്ലേ ബൈക്ക്? എന്റെ ഉണ്ട്, പക്ഷെ X2R നിഞ്ച X2R. സോമന്റെ ഇല്ല സഡൻ സ്റ്റാർ. പച്ചയടിച്ച് എടാ അത് നിൽക്കല്ലേ ആണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹലോ വീല കളർ ബ്ലൂ ഒക്കെ ബ്ലൂ കൊള്ളാലോ. വണ്ടി ബാക്കി കണ്ണ് മൊത്തം കാർ എന്റെ ആണോ? എന്റെ കാർ മൊത്തം നിന്റെ കാർ. അതിന്റെ കാർ തന്നെ സോമനുള്ള ഈ ബൈക്ക് മാത്രമോ പിന്നെയാണെങ്കിൽ മൊത്തം എന്റെ കാർ കളക്ഷൻ മൊത്തം കാറാണ്. അത് ഇവിടെയും പിന്നെ സോമന്റെ വീട്ടിലൊക്കെ കൊണ്ടാണ് പാർക്ക് ചെയ്യാറ്. ഈ വണ്ടി കറിയാം വണ്ടി കാണാൻ നേരെ പോവാ. എന്റെ ബ്രേക്ക് കിട്ടില്ല, അറിയത്തില്ല. സഡൻ ബ്രേക്ക് കണ്ടിട്ടുണ്ടോ? സഡൻ ഇല്ല, ഞാൻ X2 മാത്രം കണ്ടിട്ടു. എന്റെ ഉണ്ടടാ X2R. അവിടെ കുറെ X2R ഉള്ളു. ഈ സഡൻ സ്റ്റാറൊന്നുമില്ല. ഇത് കേരളത്തിലെ വണ്ടിയാണോ? എന്റെ ഇവിടെ നിന്ന് മേടിച്ച വണ്ടിയാ. ഇവിടെ ഇത് കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച ലാൻഡ് ക്രൂസറിന്റെ ചാവി അതിവിടെ. എടാ സോമ, ലാൻഡ് ക്രൂസറിന്റെ ചാവി ഇന്ന ഞാൻ വിചാരിച്ചു ചുമ്മാ കള്ളത്തിലൊക്കെ പറയുന്നത് ലാൻഡ് ക്രൂസർ നോണ പറയുവാണെന്ന് വിചാരിച്ചേ. ഇതൊക്കെ ശരിക്കും ലാൻഡ് ക്രൂസർ ഉണ്ടേ. ഓക്കെ എന്നാ കാറിക്കോ. ഓക്കെ കേറി പോവാ. ലാൻഡ് ക്രൂസർ ഞാൻ ആദ്യമായിട്ടൊക്കെ ലാൻഡ് ക്രൂസറിൽ കയറും. ഈ ബാക്കിൽ ഇരുന്ന് നോക്കാം. ഈ ബാക്കിൽ കയറി ഇരുന്ന് നോക്കട്ടെ. ഇരുന്ന് എന്തുകൂടെ ടി വി ആയിരുന്നു കൊള്ളാം. ഞാൻ ഫ്രണ്ടിലോട്ട് കയറട്ടെ. ഓക്കെ വിട്ടോ. സർവീസ് കാണാം. അതാണ് എന്റെ വീട്. എടാ സ്കോർപ്പിയോ ഇവിടെ ഇട്ടണം. അത് ഞാൻ ചുമ്മാ ഇട്ടാണ് അവിടെ. ചുമ്മാ ഇട്ടാണ് കൂടുതൽ സ്കോർപ്പിയോ. സ്കോർപ്പിയോ ചുമ്മാ ഇട്ട്. നൈസ് ഭാഗത്ത് കേട്ടാ. Scorpio. അയ്യോ
ഞാൻ കൊടുത്തു എനിക്ക് എന്തിനോ കൊടുത്തു കൊടുത്തിരുന്നു നല്ലതുണ്ട്. എടാ കൊടുക്കണ്ടടാ, കുറെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇട്ടിരിക്കുന്നത് ഇവിടെ ചുമ്മാ കാലത്തെ വണ്ടിയൊക്കെ അത് പോയി. എന്താണ് ഇപ്പം ഡിഫൻഡർ കൊടുക്കണമെന്ന് ഡിഫൻഡർ കൊടുത്തപ്പോ നമുക്ക് സ്കോർപിയോ തിരിച്ചു മേടിക്കാം. എന്തുവാ അല്ല പോയി അതും കിട്ടിയില്ല. അല്ലെങ്കിൽ കാശില്ലെങ്കിൽ എന്റെ വിളിക്കുന്നുണ്ട്. ടെൻഷനോ ടെൻഷൻ അടിക്കണ്ടല്ലോ. ആക്സിലറും വണ്ടി ആക്സിലറും തന്നെ ഓട്ടോമാറ്റിക് സ്പീഡ് കാണിക്കും. ഓട്ടിയെന്ന് പറഞ്ഞു വീട്ടിലെ കൊണ്ടിട്ടാണ് ആലോചിക്കുന്നത്. ഇല്ല നമ്മൾക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ ഏതാ നമുക്ക് ലവേശി ലവേശിനെ എടാ ലവേശിന്റെ വീട്ടിൽ പോട്ടെ. കപ്പാസി അടിച്ചത് കപ്പാസി അടിച്ചിട്ട് കപ്പാസി അടിച്ചിട്ട് കപ്പാസി ഞാൻ പോവാണ്. അയ്യോ കപ്പാസി എത്തില്ല. കറങ്ങാൻ പോവാണ് കപ്പാസിറ്റി. അവളിപ്പോ വില്ലിലോട്ട് ആ വീട്ടിൽ നിന്ന് ചുമ്മാ ആ പോവാണ്. ഇവിടെ ആകുമ്പോ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഇഷ്ടംപോലെ വരുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നീ എന്റെ വിളിച്ച പോലെയല്ല. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നേന്. നീ ഇവിടെ ഗൾഫിലായതുകൊണ്ടാവും ഇത് നിന്റെ അപ്പനെ വിളിച്ചേന്. അവന്റെ കുറച്ചെടുത്താണ് ഈഗോ ഉണ്ട്. അത് നീ കേക്കട്ടെ. തള്ളുണ്ടാവും കൂടിക്കൊണ്ടിരിക്കും. അത് മാറിയാന്നറിയത്തില്ല. എടാ നിയസേ ആരടാ ഈ രാവിലെ വന്നല്ല മറ്റേ ചങ്കായിരിക്കും. ആരാ നീ? എടാ ഞാൻ എന്റെ മറ്റേ വീട്ടിലൊക്കെ വന്നില്ല മറ്റേ ആള്. ഓ നീയപ്പോ എടാ ഇത് ആരടാ ഇതിന്റെ ബാക്കി ഇരിക്കുന്നത്? എടാ നമ്മുടെ സ്കൂളിൽ പഠിച്ച മറ്റേ ഇവൻ. ഓ ഇവൻ ഇവിടെ ഇത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. ഞാൻ ചുമ്മാ നിൽക്കരുത്. നമ്മളെയൊക്കെ നീ വിളിക്കാനേ എന്തായിരുന്നു? പുതിയ വീടൊക്കെ എടുത്തിട്ട് എന്തോ ഞങ്ങളെ എന്റെ വിളിക്കാത്ത. അത് പിന്നെ നീ ഗൾഫിലായിരുന്നില്ല, അതുകൊണ്ടാ. ഗൾഫിലായതുകൊണ്ട് ആളെ വിളിപ്പിച്ച് എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്തുന്നതായോ? അതുകൊണ്ടാ വണ്ടി എനിക്കറിയാം. പോവാം. ഞാനും വരുന്നു. നീയും കൂടെ നീ വന്നിട്ട് അത് ഞാൻ നിന്റെ പൂർണ്ണമാവാൻ എത്ര നാളില്ലേ. അതുകൊണ്ടാണ് ഹാപ്പി ഡേ. നീ എന്തിനോട് പുറത്തിറക്കൊണ്ട് പോവാ? കപ്പാസിറ്റി പൊട്ട കപ്പാസിറ്റി
ഗൾഫിലായിരുന്നു കേട്ടോ. ഈ വണ്ടി എന്തോ പണി ഇങ്ങോട്ട് കൊള്ളാട്ടോ. Apa nih jadi wajib mas?